പറക്കന്തളിയ സിനിമ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗൃഹലക്ഷ്മിയിലെങ്ങാണ്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊന്ന് മഞ്ജുചേച്ചി എങ്ങാണ്ടാണ് അത് കണ്ടിട്ട് ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അതിലേക്ക് എത്തിയതെന്നുള്ളത്. അങ്ങനെയായിരുന്നു സംഭവം. അങ്ങനെയായിരുന്നു. മഞ്ജുചേച്ചി കണ്ടിട്ട് ദിലീപേട്ടന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ദിലീപേട്ടനെ വീട്ടിലേക്ക് വിളിച്ചതാണ്. പക്ഷെ എനിക്കറിയില്ലല്ലോ ദിലീപേട്ടൻ വിളിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് പല കോൾസൊക്കെ വീട്ടിലേക്ക് വരും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ കോൾ വന്നപ്പോൾ അമ്മ ഫോൺ എടുത്തു. ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ദിലീപാണ്, നിത്യ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മമ്മൂട്ടി ആയിരിക്കും, ദിലീപൊന്നും ആയിരിക്കില്ല. അമ്മ വിചാരിച്ചു കളിയാക്കാണെന്ന്. അപ്പോൾ ദിലീപായിട്ട് അങ്ങേ തലേന്ന് വിചാരിച്ചു. ആദ്യം ദിലീപ് വിളിച്ചു ഇവിടെ അമ്മയ്ക്ക് തലയ്ക്ക് എന്താ കുഴപ്പമുണ്ടോ? അപ്പം നല്ല ഞാൻ ശരിക്കും ദിലീപാണ്, നിത്യ ഒന്ന് കിട്ടുമോ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് കൺഫ്യൂഷനായി. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഇല്ല, ക്ലാസ്സിൽ പോയതാ, വന്നിട്ട് വിളിക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നപ്പോ അമ്മ പറഞ്ഞു എന്നെ കളിയാക്കിട്ടാ പറഞ്ഞേ, നിന്നെ ദിലീപ് വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ. അപ്പൊ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ആയിരുന്നു വീട്ടില്. ഞങ്ങൾ അതിന്റെ അതൊരു സത്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മൂവി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ മഞ്ജുചേച്ചിയൊക്കെ എടുത്താണല്ലോ അങ്ങനെ വിളിച്ചതും, അല്ലെങ്കിൽ ആ ഒരു മെമ്മറി ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആ മൂവി കാണുന്ന സമയത്ത് ആ മൂവി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മഞ്ജുചേച്ചിയാണല്ലോ എന്നെ കൊണ്ടുവന്നത്. പിന്നെ പുള്ളിക്കാരി ഒരു ദിവസം ഫുഡൊക്കെ ആക്കിയിട്ട് പുള്ളിക്കാരി എന്നെ കുക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അന്ന് എനിക്ക് ഷൂട്ടില്ല, ദിലീപായിട്ട് മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോയി അവർ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ കുറേ ഇരുന്ന് സംസാരിച്ചു. അതിൽ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പറയുന്ന വേറൊരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ശരിക്കും മലയാളം അല്ലാതെ തിരിച്ചറിഞ്ഞ വേറൊരു ഇതിൽ പറയുന്നുണ്ട് എന്തോ സംതിങ്. അത് പലരും ഓർത്തേക്കുന്നത് ആക്ച്വലി അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് എന്നാണ്. പക്ഷെ അത് സംതിങ് എന്തോ ഒരു ഉൾട്ട മലയാളം, അതെന്താണ്? ഉൾട്ട മലയാളം ഒന്നല്ല. കുറെ ഞാൻ ജോൺ ചേട്ടനും കൂടെ എനിക്ക് അവർ കുറെ എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു അങ്ങോട്ട്, ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പറയണ കുറച്ച് ഇതുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ചോദിച്ചു. അപ്പം ജോൺ ചേട്ടൻ എന്നോട് പറഞ്ഞു വന്നില്ല സിനിമയിൽ, അപ്പോഴേക്ക് നീ എഴുതാൻ തുടങ്ങി സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, ഇവർ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, മറ്റേത് എനിക്ക് ഭയങ്കര ഈസിയാ. അപ്പൊ അവര് പറഞ്ഞു എന്നാ നിന്റെതൊക്കെ നീ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഞാൻ തന്നെ ഞങ്ങൾ കുറെ സംസാരിക്കുന്ന ഭാഷകളൊക്കെ അങ്ങനെ പറഞ്ഞു. അത് ആക്ച്വലി മലയാളം തന്നെ അത് കുറെ ഉണ്ട്. അത് എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ? ഞാനോ അല്ല മമ്മി മമ്മി ഇല്ലേ, അത് തിരിച്ചിട്ടതാ. മിസ് കുസ്കെ ലാച്ചിലേക്കോ ഞാൻ മീമ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ കോളേജിൽ ഇങ്ങനെ പറയണതാ. അപ്പൊ അതൊക്കെ തിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊന്നും അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാരും എന്താണ് സംഭവം എന്നുള്ളൊരു ഇത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എനിക്കൊന്ന് മോൻ ഒരു അവഞ്ചർ ഫാൻ ബോയ് ആണ് തോന്നുന്നല്ലേ? മോൻ നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെയാണ്? അല്ലെങ്കിൽ മോൻ മൂവികളൊക്കെ കാണാറുണ്ടോ? ഇല്ല, അവൻ കുറച്ചും കൂടെ അവൻ്റെ അച്ഛൻ്റെ ഒരു ടൈപ്പാണ്. അവർ രണ്ടുപേരും കൂടെ പോവുക, ഒരു 12 കിലോമീറ്റർ ഹൈക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക. ഈ പാവത്തിന് ഇവൻ ഓക്കെ ആയതുകൊണ്ടാണ് ആൾ കൊണ്ടുപോകുന്നത്. അതൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക. യെസ്, ഇവളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവളെ ഞാൻ ഇപ്പൊ വിടാണ്ട് എന്റെ കൂടെ പിടിച്ചു വെക്കാം, കാരണം ഇവളും കൂടെ പോയാൽ ഞാനും പോണം. 12 കിലോമീറ്റർ ഒക്കെ പക്ഷെ ഞാൻ പോവും. ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കൊറേ ഒക്കെ നടക്കും, എനിക്ക് വയ്യാണ്ടോ. പിന്നെ ഇവര് കയറി പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ആ റൂമിൽ പിന്നെ റോളർ കോസ്റ്ററിൽ പോവാ. നമ്മള് അമേരിക്ക പോയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ റോളർ കോസ്റ്ററിൽ കയറാ. ഞാൻ വിചാരിക്കും എന്തിനാ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഛർദിക്കാനായിട്ട് എന്നെ കയറ്റി ഇരുത്തുകയും ചെയ്യും. അല്ല, ആള് പറയും ഇത്രയും നമ്മൾ പേ ചെയ്തതല്ലേ, ഇത്രയും നമ്മൾ പേ ചെയ്തതല്ലേ, അപ്പൊ നീ കേറ്. എനിക്ക് കയറാൻ ഇഷ്ടമില്ല, എന്തിനാ ഇന്ന് ഈ തല ചുറ്റുന്ന സാധനത്തിൽ കൊണ്ടേ ഇരുത്തുന്നേ. അങ്ങനത്തെ കുറെ ക്രേസ് ആണ് ഇവർക്ക്. അല്ല, ഇനിയും പോവാം, ഇനിയും അവൾക്ക് പോണം. അതിന് കേറിയാൽ തന്നെ ഞാൻ എങ്ങനെയോ കേറി എവിടെയും കിടക്കാന്ന് വെച്ച് നോക്കുമ്പോ അവർക്ക് പിന്നെയും അതിൽ തന്നെ കയറണം. ഇവരൊക്കെ വേറെ കൈൻഡ് ഓഫ് ചോയ്സ് ഉള്ള കോമഡി അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ജോണറിൽ പെട്ട ആൾക്കാർ. പിന്നെ ഇപ്പം അച്ഛൻ മോന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ റീൽസും പരിപാടികൾക്കുണ്ട്. അവർ ഇപ്പം ഹസ്ബൻഡിനെ ആണെങ്കിലും ഫോട്ടോസൊക്കെ നിങ്ങൾ ഒരുമിച്ചൊക്കെ കുറവാണ് ഇടുന്നത്, അതെന്താ ചുള്ളനായതുകൊണ്ടാണോ? ഭയങ്കര ചുള്ളനായോണ്ടാണോ? ഇനി അത് പിന്നെ ആരാധകർ കൂടി ആരെങ്കിലും ഇന്റർവ്യൂ നാളെ കാണരുത്, അല്ലെങ്കിൽ അഹംഭാവമാണ്. എന്താണ് അങ്ങനെ പറയുന്നിടത്ത് എന്താ പറയാനുള്ളത്? ഞാന് അങ്ങനെ സത്യത്തിൽ ഈ പറഞ്ഞ കമന്റ് ഞാൻ വായിച്ചിട്ടില്ല.
അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടോ? അതുകൊണ്ടൊന്നല്ല, ആള് ഒരു റീൽ ഇപ്പൊ ആളെ വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നെങ്കിൽ നമുക്ക് കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അടുത്ത വർഷം. അപ്പൊ ഞങ്ങള് പൊതുവെ വിളിക്കൂല. 2 വർഷം കഴിഞ്ഞാൽ റീൽ ഇടണ്ട. അച്ഛനും മോനൊക്കെ, മോനെയാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചാൽ വരുമൊന്നുമില്ല. അവൻ അവൻ്റെതായ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ വേണ്ട, അച്ഛനും മോനും ഞങ്ങൾ ഒഴിവാക്കി. സീരിയസ്ലി അങ്ങനെയൊക്കെയാണല്ലേ? അടിപൊളി. ഈ ഒരു റീൽ എടുക്കാൻ തന്നെ ഞാൻ പെട്ടപാട്. ഒന്ന് ചിരിക്കുമെന്ന് വെച്ചാൽ ചിരിക്കുകയില്ല. പിന്നെ നമ്മള് കിടന്നിങ്ങനെ അഭിനയിക്കണ്ടേ. പിന്നെ ഈ നിങ്ങളുടെ ഒരു കാശ്മീർ മലയാളം കാശ്മീർ മിക്സ്ചർ, അപ്പം എനിക്ക് തോന്നുന്നു മദറിനിലോ ഫാദറിനിലോ ഒക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അവർ കശ്മീരി അല്ല, അവര് പഞ്ചാബീസാ. സോറി. അപ്പം അതെങ്ങനെയാ എൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ലൈക്ക് ഈസി എങ്ങനെയാണ്? അവർക്ക് മലയാളം പഠിപ്പിച്ചു കൊടുത്തോ എന്തെങ്കിലും? ഇല്ല, അവർക്ക് മലയാളം പറയുന്നവർക്ക് ഭയങ്കര ദേഷ്യം. മലയാളം പറയാൻ സമ്മതിക്കില്ല വീട്ടില്. അപ്പോൾ അവരുള്ള സമയത്ത് മലയാളം പറഞ്ഞാൽ അവരൊരു നോ കൊണോ ഓൺലി ഹിന്ദി. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ചും കൂടെ ഇപ്പൊ ആരുണ്ടെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് ഹിന്ദി വരൂല. ഇല്ല, ഞാൻ അത്ര നേരം വിളിക്കാൻ വരും. അത് മലയാളത്തിലേ വരുള്ളൂ. അപ്പൊ അവർക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അവര് പറയും നോ കുണു ഓൺലി ഹിന്ദി. അങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ളൊരിത് അല്ലേ? പിന്നെ മോൾക്ക് ആക്ടിങ് അല്ലേ? എനിക്ക് ആക്ടിങ് പാഷൻ. ഇപ്പോൾ റീൽസ് ഡാൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതല്ലാതെ ഇപ്പം ഒരു മൂവിയിലേക്ക് ജമ്പ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം വരെ I've not yet decided. When time comes, yeah, exactly. Organically it happens. Yeah. Happens. ഇല്ലെങ്കിൽ I don't think so. നിതിക്ക് എന്താ അതിൽ എന്താ പറയാനുള്ളത്? എനിക്ക് അവള് പഠിച്ചിട്ടൊരു ജോലിയൊക്കെ ഉള്ള ഒരാളാവണം, അങ്ങനെയാണ്. ഒരു ജോബ് സെക്യൂരിറ്റി കിട്ടിയിട്ട് എഡ്യൂക്കേഷൻ മസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് പിന്നെ അവൾക്ക് ഡിസൈഡ് ചെയ്യാം എന്താണ് അവൾക്ക് വേണ്ടത്. എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ്ലി ആക്ടിങ് തിങ് ഇസ് നോട്ട്. ഇപ്പം അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം ചിന്തിക്കുന്നേ ഇല്ല. 10ാം ക്ലാസ് എനിക്ക് പേടിയാ. ഞാൻ ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര. പക്ഷെ അപ്പൊ ഇവളോട് ഞാൻ പറയുമായിരുന്നേ. അപ്പൊ അവള് ചോദിക്കും മമ്മ എങ്ങനെയാ? ഞാൻ പറയും എനിക്ക് ടെൻഷനില്ല, ബിക്കോസ് ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ അവിടെ പോയാൽ ഞാൻ പറയും ഈശ്വര ദൈവമേ രക്ഷിക്കണം, ഇതന്നെ ഉത്തരം എഴുതും. അപ്പൊ അവൾ എന്നോട് പറയും ഞാനത് ട്രൈ ചെയ്തല്ലോ മമ്മ, എനിക്കത് വർക്കാവുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു എനിക്ക് വർക്കായി ആരാ പറഞ്ഞേ? അതൊക്കെ തെറ്റായിരിക്കും, പക്ഷെ ഒരു സമാധാനത്തിന് നോക്കി എഴുതുന്നതാ. പക്ഷെ അതുപോലെ അല്ലല്ലോ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് എന്റെ അമ്മ എത്ര ടെൻഷൻ എടുത്തിട്ടുണ്ടാവും. സ്വാർത്ഥത വരുന്ന ഒരു സമയമാണോ നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പരിപാടി? അമ്മ അന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ അമ്മയ്ക്കൊക്കെ എന്തൊരു മനസ്സാണിത്. രാവിലെ 5 മണിക്ക് വിളിക്കുന്നു, എന്നിട്ട് ജ്യോതിഷ്മമ്മി തരും ബുദ്ധി വെക്കാൻ. അത് ജ്യോതിഷ്മമ്മി അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അന്ന്. അതാണെങ്കിൽ കുളിച്ചിട്ടേ കഴിക്കാൻ പാടും. പക്ഷെ അമ്മ വിചാരിച്ച് കുളിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര ബുദ്ധിയാന്നാ. എനിക്ക് കുളിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അതൊരു തണുപ്പുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളെ കാലം. പക്ഷെ ഇപ്പോഴും അല്ല, ഒരു അമ്മയാകുമ്പോഴാണ് അമ്മയുടെ വിഷമം എന്താന്നുള്ളത് മനസ്സിലാവുക. അതാവുമ്പോ നീ മനസ്സിലാക്കും. പണ്ടത്തെ പ്രശ്നം റിലേറ്റ് ചെയ്യാൻ പറ്റും.